ദൈവജനമേ, ആബാ പിതാവ് മോശ വഴി നമുക്ക് നൽകിയ 10 കൽപ്പനകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 10 എപ്പിസോഡുകളുള്ള ഈ സീരീസിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം. ദ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധനവുമായി ബന്ധപ്പെട്ട് ഓരോ കൽപ്പനയും നമുക്ക് വ്യക്തതയോടുകൂടി വിശകലനം ചെയ്യാം. ഇത് അവസാന കാലത്തെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം. നമ്മുടെ പ്രവൃത്തികൾ തന്നെ വിധി ദിവസം നമ്മെ വിധിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും ഒരുപോലെ ഉപകരിക്കപ്പെടുന്ന രീതിയിലാണ് 10 കൽപ്പനകളുടെ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിനായി നമുക്ക് കരുതലോടെ, വളരെ താല്പര്യത്തോടെ തയ്യാറെടുക്കാം. നമ്മുടെയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാവരുടെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി. 5-ാം പ്രമാണമായ നീ കൊല്ലരുത് എന്നത് ശാരീരികമായ കൊലപാതകത്തിനപ്പുറം മനുഷ്യൻ്റെ ജീവനും അന്തസ്സിനും ഹാനികരമാകുന്ന എല്ലാ പ്രവൃത്തികളെയും ആന്തരിക മനോഭാവങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. ഈ 5-ാം പ്രമാണം ലംഘിക്കാനുള്ള സാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ത്യാഗത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, ഉയർപ്പിലൂടെ നമുക്ക് വീണ്ടെടുപ്പ് ലഭിക്കുന്നു. അതാണ് നമ്മുടെ പ്രത്യാശയ്ക്ക് ഉതകുന്നതായിട്ടുള്ള ചിന്ത. സഹോദരങ്ങളെ, ഈ ത്യാഗം പശ്ചാത്തപിക്കുന്നവർക്ക് പാപമോചനവും അനുരഞ്ജനവും നൽകുന്നു. വീണ്ടെടുപ്പിൻ്റെ പാതയിൽ നാം യാത്ര ചെയ്യുമ്പോൾ അനുരഞ്ജന കൂദാശയായ കുമ്പസാരം, തിരുത്തൽ നടപടികൾ സ്വീകരിക്കാൻ നമ്മൾക്ക് സാധ്യത ഒരുക്കുന്നു. ഈ കൂദാശ പാപങ്ങൾ ഏറ്റുപറയുന്നതിനും ദൈവത്തിൻ്റെ ക്ഷമ സ്വീകരിക്കുന്നതിനും ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിനും നമ്മെ അനുവദിക്കുന്നു. സ്നേഹത്തിലും ക്ഷമയിലും എല്ലാ മനുഷ്യരോടും ജീവജാലങ്ങളോടുമുള്ള ആദരവിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമ്മെ അനുശാസിക്കുന്ന ഒരു കൽപ്പനയാണ് 5-ാം കൽപ്പന. നീ കൊല്ലരുത് എന്ന കൽപ്പന ദൈവനിയമത്തിലെ ഒരു അടിസ്ഥാന തത്വമാണ്. ഈ കൽപ്പന പ്രാഥമികമായി മനുഷ്യജീവൻ എടുക്കുന്ന ശാരീരിക പ്രവൃത്തികളെ വിലക്കുന്നു. അതിൽ ഗർഭഛിദ്രം, ദയാവധം എന്നിവയും ഉൾപ്പെടുന്നു. ഈ പ്രവൃത്തികൾ മനുഷ്യജീവൻ്റെ അന്തർലീനമായ മഹത്വത്തെ ലംഘിക്കുന്നു. സഹോദരങ്ങളെ, കാരണം മനുഷ്യജീവൻ ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ പവിത്രമായി കണക്കാക്കപ്പെടേണ്ട ഒരു മനോഹരമായ വസ്തുതയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനും സൃഷ്ടിക്കപ്പെട്ടവളുമാണ്. അളവറ്റ മൂല്യമുള്ളവരാണ്. നാം സ്വന്തം ജീവൻ്റെ ഉടമസ്ഥരല്ലാത്തതിനാൽ ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ മേൽ ദൈവം നൽകിയ ജീവൻ എടുക്കുന്നതിന് തുല്യമാണ്. നാം വിലക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന് വചനം വ്യക്തമാക്കുന്നില്ലേ? മത്തായി 5:22 രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കോപവും അധിക്ഷേപങ്ങളും കുറ്റകരമാണ്. വാക്കുകളിലൂടെയുള്ള കൊലപാതകം നടത്താൻ നമുക്ക് സാധിക്കും. പരദൂഷണം, വിമർശനം എന്നിവയിലൂടെ ഒരു വ്യക്തിയുടെ അന്തസ്സിന് ക്ഷതമേൽപ്പിക്കാൻ കഴിയും. അത് കൊലപാതകം തന്നെയാണ് എന്ന് ബൈബിൾ സ്ഥിരീകരിക്കുന്നുണ്ട്. കോപവും കയ്പും നീരസവും പോലുള്ള വികാരങ്ങളിലൂടെയുള്ള കൊലപാതകം എന്നത് പ്രകടിപ്പിക്കാതിരുന്നാൽ പോലും ദോഷകരമായ, വളരെ മോശകരമായ, ഹീനമായ പ്രവൃത്തികളിലേക്ക് നയിച്ചേക്കാം. കൂടാതെ ഗർഭഛിദ്രം, ദയാവധം, ആത്മഹത്യ പോലുള്ള മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്ന വ്യവസ്ഥകളെ പിന്തുണയ്ക്കുന്ന പ്രവൃത്തികളിലൂടെയുള്ള പരോക്ഷമായ കൊലപാതകവും ഈ കൽപ്പനയുടെ ലംഘനമാണ്. കാരണം ഈ പ്രവൃത്തികൾ ജീവൻ്റെ മൂല്യത്തെ പാടെ അവഗണിക്കുന്നു. ഈ വീക്ഷണം നമ്മുടെ പ്രവൃത്തികളെയും ആന്തരിക മനോഭാവങ്ങളെയും ആത്മപരിശോധന ചെയ്യുവാൻ നമ്മെ ക്ഷണിക്കുന്നു. സഹോദരങ്ങളെ, കൊലപാതകം, ആത്മഹത്യ, ഗർഭഛിദ്രം, ദയാവധം ഇതിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ കൂട്ടുനിൽക്കുന്നത് പോലും കൊലപാതകത്തിൽ നിന്ന് നമ്മെ ഒഴിവാക്കുന്നില്ല. അത് മറക്കരുത്. സഹോദരങ്ങളെ, പാപത്തിൽ നിന്നും സർപ്പത്തെ എന്ന പോലെ ഓടിയകലുവാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അണുവ്യത്യാസം കൂടാതെ, സ്വയം ന്യായീകരിക്കാതെ അനുസരിക്കണം നാം ഓരോരുത്തരും. നമ്മുടെ പാപാവസ്ഥയെ തിരിച്ചറിയുന്നത് വഴി യേശുവിൻ്റെ ത്യാഗത്തിലൂടെയുള്ള പ്രത്യാശയിലേക്കും വീണ്ടെടുപ്പിലേക്കും ആ ചിന്ത നമ്മെ നയിക്കും. ക്രിസ്തുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാ പാപങ്ങൾക്കുള്ള ക്ഷമ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. മാനസാന്തരവും ദൈവത്തിലേക്കുള്ള മടങ്ങിവരവും അനുഭവിക്കുന്ന എല്ലാ പാപികൾക്കും, എനിക്കും നിങ്ങൾക്കും സഭയുടെ കൂദാശകളിലൂടെ സാധ്യമാകുന്നു. കുമ്പസാരം കൂടെ സാധ്യമാകുന്നു. അത് ആത്മാവിൻ്റെ സൗഖ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. കുമ്പസാരം എന്ന കൂദാശ പാപങ്ങൾ ഏറ്റുപറയുന്നതിനും
ദൈവത്തിൻ്റെ ക്ഷമ സ്വീകരിക്കുന്നതിനും നമുക്ക് ഓരോരുത്തർക്കും അവസരം നൽകുന്നു. ഓരോ വ്യക്തിയോടും ദയയും ആദരവും പ്രകടിപ്പിക്കുന്നത് ദൈവസ്നേഹത്തെയും ജീവൻ്റെ പവിത്രതയെയും പ്രതിഫലിപ്പിക്കുന്നു. മനുഷ്യനിലേക്കും ജീവജാലങ്ങളിലേക്കും ഊതിയ ജീവനെ, ദൈവത്തിൻ്റെ ജീവനെ, ആകാശവും ഭൂമിയും നിർമ്മിച്ച പിതാവായ ദൈവത്തിൻ്റെ തീരുമാനത്തെ, സൃഷ്ടാവിൻ്റെ തീരുമാനത്തെ നമുക്ക് മാനിക്കാം, നമ്മുടെ നല്ലതിനു വേണ്ടി തന്നെ. അതല്ലെങ്കിൽ നാമും ലൂസിഫറിനെ പോലെ മറുതലിച്ചുകൊണ്ട് ആത്മാവിൻ്റെ മരണം സ്വയം ഏറ്റുവാങ്ങി നീചമായ പ്രവൃത്തിക്കനുസരിച്ചുള്ള അർഹമായ പരിഗണനയ്ക്ക് കാത്തിരിക്കാം. അത് വേണ്ട എന്ന് നമ്മുടെ സ്നേഹമുള്ള അപ്പൻ ഇന്നും പറയുന്നു, ആവശ്യപ്പെടുന്നു. തീരുമാനം എൻ്റേതും നിങ്ങളുടേതും തന്നെ.